ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ വിധിയെഴുതുന്നു. 12 മണിവരെ പോളിംഗ് 18% കടന്നു. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് 3 ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിനുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിവരെ. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. ഇരു ഘട്ടങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. ഇരട്ട വോട്ടിൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് തിരിച്ചറിയൽ രേഖയായി ഓഫീസ് ID ഉപയോഗിക്കാമെന്നും കമ്മീഷൻ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ചയ്ക്ക് തുടക്കമായി. ഇൻഡിഗോ സർവീസുകൾ 5% കുറയ്ക്കാൻ ഉത്തരവിട്ട് DGCA. വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്കുള്ള സേവനങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മിക്ക ബൂത്തുകളിലും ഭേദപ്പെട്ട പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിവരെ തുടരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇതുവരെ 18.58% പോളിംഗ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ 36.94% പോളിംഗ് രേഖപ്പെടുത്തി. കൊല്ലത്ത് 40.6%, പത്തനംതിട്ടയിൽ 39.36%, ആലപ്പുഴയിൽ 42.22% പോളിംഗ്. കോട്ടയത്ത് 40.27%, ഇടുക്കിയിൽ 38.37%, എറണാകുളത്ത് 42.15% ഇതുവരെയുള്ള പോളിംഗ്. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് 3 ഇടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. മലപ്പുറം, പായിപ്പാടം, തിരുവനന്തപുരം വിഴിഞ്ഞം, എറണാകുളം, പാമ്പാക്കുട എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി സംബന്ധിച്ച് പിന്നീട് വിജ്ഞാപനമിറക്കും. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിലെ സ്ഥാനാർത്ഥികൾ വീണ്ടും നാമനിർദ്ദേശ പത്രിക നൽകേണ്ടതില്ല. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് ചേരുന്നു. രജു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വോട്ടർമാരുടെ പങ്കാളിത്തം എത്രത്തോളമുണ്ട്? സുധിൻ, തിരുവനന്തപുരം ജില്ലയിൽ വോട്ടെടുപ്പ് മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തെ അപേക്ഷിച്ച് ഗ്രാമീണ മേഖലകളിലാണ് മികച്ച പോളിംഗ് നടക്കുന്നത്. ഗ്രാമീണ മേഖലകളിൽ രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പ്രകടമാകുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇതുവരെ ജില്ലയിൽ ആകെ 36.34% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇതിൽ പുരുഷ വോട്ടർമാർ 39.4%, സ്ത്രീ വോട്ടർമാർ 33.77%, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 24.24%. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ 29.62% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മുനിസിപ്പാലിറ്റികൾ പരിശോധിച്ചാൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി 38.27%, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി 37.34%, വർക്കല മുനിസിപ്പാലിറ്റി 36.81%, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി 34.5% എന്നിങ്ങനെയാണ് പോളിംഗ് നില. നന്ദി രജു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. രാഷ്ട്രീയ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ളവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിൽ വോട്ട് ചെയ്തു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ പട്ടം സെന്റ് മേരീസ് സ്കൂളിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശാസ്തമംഗലം ഗവൺമെന്റ് സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. മന്ത്രിമാരായ GR അനിൽ, V. ശിവൻകുട്ടി, വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, സജി ചെറിയാൻ, P. രാജീവ് എന്നിവർ വോട്ട് രേഖപ്പെടുത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും സമ്മതിദാന അവകാശം വിനിയോഗിച്ചവരിൽ ഉൾപ്പെടുന്നു. ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലി, മണിയൻപിള്ള രാജു, ചിപ്പി, നിർമ്മാതാവ് M. രഞ്ജിത്ത് തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ 5395 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആദ്യ മണിക്കൂറുകളിൽ ജില്ലയിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. ജില്ലയിലെ വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി R. രവികുമാർ ചേരുന്നു. രവികുമാർ, ജില്ലയിലെ തീരദേശ മേഖലയിൽ നിന്നുള്ള ജനപങ്കാളിത്തം എത്രത്തോളമുണ്ട്? ആലപ്പുഴയിലെ തീരദേശ ഗ്രാമങ്ങളിൽ കനത്ത പോളിംഗ് ആണ് നടക്കുന്നത്. പലയിടങ്ങളിലും 50% പോളിംഗ് നടന്നു കഴിഞ്ഞു. അന്ധകാരനാടി, തൈക്കൽ, ചെത്തി, മാരാരിക്കുളം, അർത്തുങ്കൽ, കാട്ടൂർ, ഓമനപ്പുഴ, പുന്നപ്പുറ, തൃക്കുന്നപ്പുഴ തുടങ്ങിയ മത്സ്യ ഗ്രാമങ്ങളിൽ ഇപ്പോഴും വലിയ നീണ്ട നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്.
നിലവിലെ കണക്ക് പ്രകാരം ചേർത്തല താലൂക്കിലെ കഞ്ഞിക്കുഴി ബ്ലോക്കിലാണ് ഇപ്പോൾ കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത്. നഗരസഭകളിലാകട്ടെ ഹരിപ്പാട് നഗരസഭയിലാണ് കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത്. സുനിൽ, നന്ദി രവികുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുക്കിയിരിക്കുന്ന പോളിംഗ് ബൂത്തുകളും പ്രത്യേകതകൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. എല്ലാ പോളിംഗ് ബൂത്തുകളും ഹരിതചട്ടം പാലിക്കുന്നതിന് പുറമെ വിവിധ ജില്ലകളിലായി മാതൃകാ ഹരിത ബൂത്തുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 814 പോളിംഗ് ബൂത്തുകൾ മാതൃകാ ഹരിത ബൂത്തുകളാണ്. ഏറ്റവും കൂടുതൽ മാതൃകാ ഹരിത ബൂത്തുകളുള്ളത് എറണാകുളം ജില്ലയിലാണ്. ജൈവ അജൈവ മാലിന്യങ്ങൾ വെവ്വേറെ നിക്ഷേപിക്കുന്നതിന് ഓല കൊണ്ടും പനയോല കൊണ്ടുമുണ്ടാക്കിയ ബിന്നുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഹരിതകർമ്മസേനയുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. സെൽഫി കോർണറും കന്നി വോട്ടർമാർക്ക് സ്വീകരണവും ഒരുക്കിയിരുന്നു. വോട്ടെടുപ്പിന് പ്രത്യേക സജ്ജീകരണങ്ങളുമായി പിങ് യങ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൌരന്മാർ, രോഗികൾ, ഗർഭിണികൾ എന്നിവർക്കായാണ് ഈ പോളിംഗ് സ്റ്റേഷനുകൾ. ഇവർക്ക് ക്യൂവിൽ മുൻഗണന നൽകും. പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവേശിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്. വോട്ടിംഗിന് അർഹതയുള്ള സമ്മതിദായകർ, പോളിംഗ് ഓഫീസർമാർ, സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ഏജന്റ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയിട്ടുള്ളവർ, ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ, നിരീക്ഷകർ, പരസഹായം കൂടാതെ സഞ്ചരിക്കാൻ കഴിയാത്ത സമ്മതിദായകരോടൊപ്പമുള്ള വ്യക്തി എന്നിവരെ മാത്രമേ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. സമ്മതിദായകരല്ലാത്തതോ വോട്ടെടുപ്പ് നടക്കുന്നതിൽ പ്രിസൈഡിംഗ് ഓഫീസറെ സഹായിക്കാൻ ചുമതലപ്പെട്ടവരോ അല്ലാതെ ആരെയും പോളിംഗ് സ്റ്റേഷനിൽ കടക്കാൻ അനുവദിക്കില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വോട്ട് രേഖപ്പെടുത്താനെത്തുന്ന സമ്മതിദായകർ തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ തിരിച്ചറിയൽ കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ സ്ലിപ്പ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SSLC സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തിരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസ കാലയളവിന് മുൻപ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കാം. ഇതിനു പുറമെ വോട്ട് ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജീവനക്കാർക്ക് നൽകുന്ന ഓഫീസ് ID കാർഡ് കൂടി ഉപയോഗിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും കാരണവശാൽ ഒരാളുടെ പേര് ഒന്നിലധികമോ ഒരു വോട്ടർ പട്ടികയിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യമോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരാളുടെ പേര് ഒന്നിലധികം പ്രാവശ്യം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അയാൾ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് കുറ്റകരമാണ്. അവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഇടുക്കി അടിമാലി മേഖലയിലെ 3 ബൂത്തുകളിൽ യന്ത്ര തകരാറിനെ തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെട്ടു. ഇതിൽ മന്നാങ്കാല ബൂത്തിൽ വോട്ട് ചെയ്ത് തുടങ്ങിയതിനു ശേഷമാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായത്. പത്തനംതിട്ട ടൗൺ സ്ക്വയർ 15-ാം വാർഡിലും യന്ത്ര തകരാർ നേരിട്ടിരുന്നു. ചലനശേഷി പരിമിതപ്പെട്ട വയോധികനെ പോലീസ് ഉദ്യോഗസ്ഥൻ കൈകളിലെടുത്ത് ബൂത്തിനുള്ളിലെത്തിച്ച് വോട്ട് ചെയ്യാൻ സഹായിച്ചത് ജനാധിപത്യ പ്രക്രിയയിലെ സവിശേഷ സന്ദർഭമായി. കൊല്ലം കോർപ്പറേഷൻ അമ്മൻനട 27-ാം ഡിവിഷനിലെ പട്ടത്താനം SNDP സ്കൂളിലെ 5-ാം നമ്പർ ബൂത്തിലാണ് 72 വയസ്സുള്ള രാഘവനെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വൈശാഖൻ വിജെ സഹായിച്ചത്. തിരുവനന്തപുരം സിറ്റി പേരൂർക്കട സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് വൈശാഖൻ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വൈകിട്ട് 3:30, 4:30 എന്നീ സമയങ്ങളിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകളിലൂടെ വോട്ടെടുപ്പിന്റെ തത്സമയ വിവരങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിനുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. കലാശക്കൊട്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. 2 ഘട്ടങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്താകെ 50,95,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ 99.95% വോട്ടർമാർക്ക് ഫോം ലഭ്യമാക്കി. 50 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,72,22,745 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കരകൌശല മേഖലയിലെ മികവിനുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ 2023-24 വർഷങ്ങളിലെ അവാർഡുകളാണ് നൽകിയത്. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം സ്വദേശികളായ 3 പേർ പുരസ്കാരത്തിന് അർഹരായി. വൈക്കോൽ ചിത്രരചനാ രംഗത്ത് മികവ് തെളിയിച്ച ബി രാധാകൃഷ്ണപിള്ള 2023 ദേശീയ പുരസ്കാരത്തിനും, വൈക്കോൽ കരകൌശല വിഭാഗത്തിൽ കെ സുലൈമാൻകുട്ടി, ടെറാക്കോട്ട ശില്പരംഗത്തെ മികവിന് വി കെ ജയൻ എന്നിവർ 2024 ദേശീയ പുരസ്കാരവും നേടി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ച ആരംഭിച്ചു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് രാജ്യസഭയിൽ നടക്കും. വിഷയത്തിൽ ഇന്നലെ 10 മണിക്കൂർ ചർച്ച ലോക്സഭയിൽ നടന്നു. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി ഇന്ത്യയ്ക്കുണ്ടെന്നും വന്ദേമാതരം അതിനുള്ള ശക്തിയും പ്രചോദനവും നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇന്നലെ ലോക്സഭയിൽ തുടക്കമിടുകയായിരുന്നു അദ്ദേഹം. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. പാർലമെന്റ് ലൈബ്രറി കെട്ടിടത്തിലെ GMC ബാലയോഗി ഓഡിറ്റോറിയത്തിലാണ് യോഗം. ഇൻഡിഗോ വിമാന സർവീസുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനവുമായി DGCA. ഇൻഡിഗോ സർവീസുകൾ 5% കുറയ്ക്കാൻ ഉത്തരവിട്ടു. നാളെ വൈകുന്നേരം 5 മണിക്കകം പുതുക്കിയ ഷെഡ്യൂൾ നൽകണമെന്ന് അധികൃതർക്ക് നിർദ്ദേശം നൽകി. എയർലൈൻ പ്രവർത്തനങ്ങളും യാത്രക്കാർക്കുള്ള സേവനങ്ങളും പരിശോധിക്കാൻ വിമാനത്താവളങ്ങൾ സന്ദർശിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോടും വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചു. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി റാം മോഹൻ നായിഡുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 5ാമത് അടൽ ബിഹാരി വാജ്പേയി സ്മാരക പ്രഭാഷണം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. സിംഗപ്പൂർ പ്രധാനമന്ത്രിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് TOG ഹീൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. മാറ്റങ്ങളുടെ ലോകത്തിൽ ദീർഘകാല പങ്കാളിത്തം എന്നതാണ് പ്രഭാഷണ വിഷയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കട്ടക്കിലെ ബാരാബതി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. പരമ്പരയിൽ 5 മത്സരങ്ങളാണ് ഉള്ളത്. 2026 IPL സീസണിലേക്കുള്ള കളിക്കാരുടെ ലേല പട്ടിക അന്തിമമാക്കി BCCI. 1355 പേരുകൾ ഉണ്ടായിരുന്നത് 350 കുറച്ചു. 35 പേരെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തി. 240 ഇന്ത്യൻ താരങ്ങളും 110 വിദേശ താരങ്ങളുമാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ലേലം ഈ മാസം 16 അബുദാബിയിൽ നടക്കും. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പുരുഷ ഹോക്കി ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടിയാണ് മത്സരം സമനിലയിലെത്തിച്ചത്. ആദ്യ മത്സരം ഇന്ത്യ 5-2 സ്വന്തമാക്കിയിരുന്നു. പരമ്പരയിലെ അവസാന മത്സരം നാളെ നടക്കും. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 435 പോയിന്റ് താഴ്ന്ന 84,672-ലും നിഫ്റ്റി 134 പോയിന്റ് നഷ്ടത്തിൽ 25,826-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 95,400 രൂപയും ഗ്രാമിന് 11,925 രൂപയുമാണ് ഇന്നത്തെ വില. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിജീവിതയ്ക്ക് ആവശ്യമായ പിന്തുണ തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം ശ്രീലങ്കയ്ക്ക് നൽകി വരുന്ന മാനുഷിക സഹായം തുടരുന്നു. സഹായദൌത്യമായ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ജാഫ്നയിലെ തകർന്ന പുളിയംപൊക്കനായി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ എഞ്ചിനീയർ ടാസ്ക് ഫോഴ്സ് ആരംഭിച്ചതായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ദൌത്യം നാളെയോടെ പൂർത്തീകരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. UN സുരക്ഷാ കൌൺസിൽ ഇന്ന് യുക്രൈനെക്കുറിച്ച് ഒരു തുറന്ന യോഗം സംഘടിപ്പിക്കും. ഡെൻമാർക്ക്, ഫ്രാൻസ്, UK, ഗ്രീസ്, റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നിവയ്ക്കൊപ്പം സ്ലൊവേനിയയും യോഗം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേരള സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആൾട്ടർനേറ്റീവ് ഇക്കണോമിക്സും സാമ്പത്തിക ശാസ്ത്ര വകുപ്പും യുണൈറ്റഡ് നേഷൻസ് സർവകലാശാലകളായ UNU മെറിറ്റും UNU ക്രിസും കേരള സ്റ്റാർട്ടപ്പ് മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൈക്രോ എവിഡൻസ് ഓൺ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കോൺഫറൻസ് നാളെ മുതൽ ഈ മാസം 12 വരെ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് നടക്കും. 26 രാജ്യങ്ങളിൽ നിന്നുള്ള 33 പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ വിധിയെഴുതുന്നു. 12 മണിവരെ പോളിംഗ് 18% കടന്നു. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് 3 ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിവരെ. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. 2 ഘട്ടങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. ഇരട്ട വോട്ടിൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് തിരിച്ചറിയൽ രേഖയായി ഓഫീസ് ID ഉപയോഗിക്കാമെന്നും കമ്മീഷൻ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ച ആരംഭിച്ചു.
ഇൻഡിഗോ സർവീസുകൾ 5% കുറയ്ക്കാൻ ഉത്തരവിട്ട് DGCA. വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്കുള്ള സേവനങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.